രാജമ്മേനെ വിളിച്ചാൽ രാജപ്പൻ എടുക്കും. ചേട്ടൻ എന്തിനാ ഈ നമ്പറിലോട്ട് വിളിക്കാൻ പോയേ? അതല്ല, പിന്നെ ഭാരതീയരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണല്ലോ. ഒരു സഹോദരിക്കും ഒരാപത്തും പറ്റരുത്, ഫ്രീ ആയിട്ടൊരു പ്രൊട്ടക്ഷൻ. എനിക്ക് ഒരു ഒറ്റ കാരണം കൊണ്ടാ ചേട്ടനെ അങ്ങ് ഇഷ്ടപ്പെട്ടത്. എന്നാലും ചോദിക്കുന്നത് തെറ്റാന്നറിയാം. കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ലൈൻ ഉണ്ടായിരുന്നു? ലൈനോ? എനിക്കോ? ഞാൻ പഠിക്കണ ബുക്കിൽ പോലും ഒരു ലൈനുള്ളത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അറിയാമോ? അത്ര കലി എനിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൊച്ചിന് വേറെ വല്ല ലൈനും ഉണ്ടായിരുന്നോ? എനിക്കോ? ലൈനോ? ഒരൊറ്റ ലൈനേ ഉള്ളായിരുന്നു. ആര്? അതാണ് എന്റെ ഈ മുമ്പിൽ നിൽക്കുന്ന ലൈൻ. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളൊരു പുതിയൊരു ജീവിതത്തിലൊക്കെ കടക്കുവാണല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയിൽ കുറെ മാറ്റം വരുത്തണം. ഫിനാൻഷ്യലി കുറച്ച് നമ്മൾ സ്റ്റേബിൾ ആവണം. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. എനിക്ക് ട്രേഡിങ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. ഈ ട്രേഡിങ്ങിനെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ? ട്രേഡിങ്ങിനെ പറ്റിയോ? എടുക്ക്. ഗൂഗിൾ ജെമിനി ട്രേഡിംഗ് മലയാളം വ്യാപാരം. ട്രേഡിംഗ് വ്യാപാരം അറിയാത്ത ആൾക്കാരുണ്ടോ? ചേട്ടൻ ഇതൊക്കെ അറിയാല്ലേ? എനിക്ക് ഇങ്ങനെ ഒരാളെയാ ചേട്ടൻ ഞാൻ ആഗ്രഹിച്ചത്. ദോശ ചുടാനുള്ള മാവ് എടുത്ത് വെച്ചേക്കോ, ദോശ ഉണ്ടാക്കിട്ട് വരാവേ. ഓക്കെ, മാവ് പൂത്ത് പൊണയ്ക്കുമ്പോ ചെല്ല് വേഗം. അല്ല പിന്നെ എന്തേ ഇന്ന് ലോക ചിരിദിനമാണ്. ഇന്ന് ചിരിക്കണം. ഇന്നത്തെ ദിവസം ചിരിച്ചേ പറ്റൂ. ആണോ? ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. എടിയേ, താരാ വന്നേക്കണേന്ന് കണ്ടോ? ഒരു ജ്യൂസ് ഇങ്ങെടുത്തേ. ഗിഫ്റ്റ് ഒന്നുമില്ല. ജ്യൂസ് ക്യാൻസൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ്? കല്യാണത്തിന് വന്നില്ല, അത് ഞാൻ ക്ഷമിച്ചു. ഓക്കെ. ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഒരെണ്ണം തന്നോണ്ടല്ലോ. എനിക്ക് ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേ ഇല്ല. ഒരു സാധനമില്ലേ? ഇല്ല. എന്ത് കാര്യത്തിലേക്ക് കെട്ടിട്ടേക്കണ്? ഞാൻ പറഞ്ഞുതരാം ചേട്ടാ. രാമേന്ദ്രൻ പിള്ളാന്ന് കേട്ടിട്ടുണ്ടോ? ധന്യന്തരം കുഴമ്പെന്ന് കേട്ടിട്ടുണ്ട്. അതും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കും. എന്തു കേട്ടാലും രാമേന്ദ്രൻ പിള്ള ആണ് എന്റെ പപ്പ. ശശികല എന്റെ അമ്മ. പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. മൊത്തവും കടവും ദാരിദ്ര്യവും ഒക്കെയാണ്. ആകെ മൊത്തവും പ്രശ്നങ്ങളാണ് കേട്ടാ. അത് പറ. സഞ്ചി ഉണ്ണുന്നുണ്ടോ? എന്തിന്? കൊച്ചേ, ഇത്ര അരിഞ്ഞെടുത്തത് ഉൽപ്പന്ന പിരിവുകാർ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. പിന്നെ ഞാൻ വിഷമം പറഞ്ഞാണെന്ന്. ചേട്ടാ, എന്റെ അച്ഛൻ രാമേന്ദ്ര പിള്ള ഒരു കൃഷിക്കാരനാണ്. കാച്ചിലാണ് അച്ഛന്റെ മെയിൻ കൃഷി. ആ കാച്ചില് അച്ഛൻ റഷ്യ, അമേരിക്ക, ഇംഗ്ലണ്ട് പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അങ്ങ് വിടും. എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ചെയ്ത് ഒരു ദിവസം കപ്പലില് ഏകദേശം 100 ടൺ ഭാരമുള്ള കാച്ചിലുമായിട്ട് പോകുന്ന വഴിക്ക് അറബിക്കടലിന്റെ നടുക്ക് വെച്ച് കപ്പൽ മുങ്ങി. വമ്പൻ കോടികളുടെ നഷ്ടമാണ് എന്റെ കുടുംബത്തിന്. വമ്പൻ കോടികളുടെ നഷ്ടമുണ്ടായി. സത്യം. ഒരു കാച്ചില് വെച്ച് എന്നാ കാച്ചല ഇവൻ കാച്ചി നിങ്ങളിപ്പോ വന്നെന്തിനാ മനസ്സിലായില്ല. സിന്ധുവിനെ കാണണം. സിന്ധുവിനെ ഒന്ന് കാണണം. സിന്ധുവിനെ കാണാമെന്നാണോ?